അവിടെ അദാനി എന്ന് പറഞ്ഞു. തിരികെ സോറോസ് സോണിയ ബന്ധം വളരെ കൃത്യമായി അനാവരണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് രക്ഷ നേടാനല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ചയുമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനം? അല്ല, ശ്രീ പത്മനാഭൻ പറഞ്ഞത് 75 മുതൽ 77 വരെ നിന്നിരുന്ന അടിയന്തരാവസ്ഥ കാലത്തെ പറ്റിയാണ്. ഈ അടിയന്തരാവസ്ഥ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞു പോകുന്ന വകുപ്പാണ് കേട്ടോ. ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ് എന്നൊന്നും പറഞ്ഞു പോകണ്ട. കാര്യം ഭരണഘടന തന്നെ നിഷ്കർഷിക്കുന്നതാണ് അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥ കാലത്ത് പ്രിക്വേഷണറി അറസ്റ്റ് അത് പ്രതിപക്ഷ നേതൃത്വത്തിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ശ്രീ പത്മനാഭൻ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ സമാനമായ അവസ്ഥ കർണാടകയിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ശ്രീ ശിവകുമാറിന്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ ശ്രീ ശിവകുമാറിന്റെ വീട്ടിലേക്ക് രാത്രിക്ക് രാത്രി മതിൽ ചാടിക്കടന്ന് ഒരു അറസ്റ്റ് വാറണ്ട് പോലും കയ്യിലില്ലാതെ അദ്ദേഹത്തെ വലിച്ചിഴച്ചു പോയത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് അടിയന്തരാവസ്ഥ ഇല്ലാത്ത കാലത്താണ് കേട്ടോ, നിങ്ങളെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇല്ലാത്ത കാലത്ത്. പിന്നീട് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത കുറ്റപത്രം എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു സുപ്രീം കോടതി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു പോയി ജനങ്ങളെ സേവിക്കാൻ. അപ്പോ ഈ രാജ്യത്ത് ഞാനതാണ് പറഞ്ഞു വന്നത്, 126 കേസുകളിൽ 115 കേസുകൾ പ്രതിപക്ഷത്തിനെതിരെ എടുത്തു. പ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ 115 ഒരു കഥയുണ്ട്. അതിൽ 36 കേസുകൾ നിലവിലില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ 36 പേർ ഇന്ന് BJP-യിൽ ചേർന്നു. എന്തുകൊണ്ടാണ് BJP-യിൽ ചേരുമ്പോ ഈ കേസുകൾ ഇല്ലാതാവുന്നത്? അതുവരെ അഴിമതിക്കാരായിരുന്ന ഹിമന്ത് വിശ്വാസ് ശർമ്മ, നിങ്ങളുടെ ഇതേ അമിത്ഷാ ഉണ്ടല്ലോ, ഹിമന്ത് വിശ്വാസ് ശർമ്മയെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസിന്റെ കറപ്റ്റഡ് ഹാൻഡ് എന്നാണ് ഹിമന്ത് വിശ്വാസ് ശർമ്മയെ നിങ്ങളുടെ അമിത്ഷാ അടക്കം പ്രസംഗിച്ചത്. മഹാരാഷ്ട്രയിൽ പോയി ഇതേ അമിത്ഷാ അന്ന് അജിത് പവാറിനെതിരെ പ്രസംഗിച്ചു. പറയട്ടെ, അന്ന് അജിത് പവാറിനെതിരെ പ്രസംഗിച്ചു. നോക്കൂ, അജിത് പവാർ എന്ന് പറയുന്നത് ഒരു പവർ വിങ് ആണ്. ആ പവർ വിങ് കറപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു അജിത് പവാറിനെ. ഈ ഹിമന്ത് വിശ്വാസ് ശർമ്മയും അജിത് പവാറിനുമെതിരെ നിങ്ങളുടെ ED-യും CPI-യും കേസെടുത്തു. ഇവർ രണ്ടുപേരും BJP-യിൽ ചേർന്നു. അജിത് പവാർ BJP മുന്നണിയിലേക്ക് വന്നു, ഹിമന്ത് വിശ്വാസ് ശർമ്മ BJP-യിൽ ചേർന്നു. അതിനുശേഷം ഒരു മാസത്തിനിപ്പുറം നിങ്ങളുടെ ഇതേ ED-യും നിങ്ങളുടെ ഇതേ CPI-യും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പിൻവലിക്കാൻ അപേക്ഷ കൊടുത്തു. കേസ് ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ നിങ്ങളുടെ BJP-യുടെ കേന്ദ്ര ഓഫീസിൽ വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ BJP-യിലേക്ക് വന്നാൽ കേസ് വാഷ് ചെയ്യപ്പെടുകയാണ്. നോക്കൂ, നിങ്ങൾ പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെങ്കിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞല്ലോ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് മാത്രമേ കഴിഞ്ഞ 10 വർഷക്കാലം കഴിഞ്ഞുള്ളൂ. ശ്രീ പത്മനാഭൻ, BNS കൊണ്ടുവന്നത് ഏത് അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്? BNS-ൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അങ്ങേക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? അത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരായി അങ്ങേക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? ഈ രാജ്യത്ത് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അങ്ങയോടാണ് ചോദ്യം. അതായത് അഴിമതി കേസുകളിൽപ്പെട്ട നേതാക്കളെ ED അറസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഈ പ്രതിപക്ഷ വേട്ടയായി ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നമ്മൾ കാണുകയാണ്. ഈ ഡെക്കാൻ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. നാഷണൽ ഹെറാൾഡ് അല്ല 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 അതല്ല, ഞാൻ ചോദിക്കട്ടെ. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ കോൺഗ്രസ്സുകാരനായ സുരേഷ് കൽമാഡിയെ പിടിച്ച് ജയിലിലിട്ടല്ലോ. എന്തിനാ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാ? കോൺഗ്രസ്സുകാരുടെ സഖ്യകക്ഷിയായ DMK-യുടെ നേതാവ് A. രാജയെയും കനിമൊഴിയെയും പിടിച്ച് ജയിലിലിട്ടല്ലോ. എന്തിനാ? അവരെയും കോടതി വെറുതെ വിട്ടല്ലോ. ഇപ്പൊ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡൽഹി ഹൈക്കോടതി 2G സ്പെക്ട്രം കേസ് അപ്പീൽ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അപ്പോ A. രാജയെയും കനിമൊഴിയെയും ജയിലിലിട്ടത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാ? അപ്പോൾ അഴിമതിക്കാരെ മൻമോഹൻ സിംഗ് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് അങ്ങനെ മൻമോഹൻ സിംഗ് ഇട്ട A. രാജയെ കനിമൊഴിയെ താഴെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഏത് താഴെ കോടതി വെറുതെ വിടുക? അപ്പൊ അതൊന്നും പറയണ്ട. അഴിമതിക്കാരായ കോൺഗ്രസ്സുകാരെയും അഴിമതിക്കാരായ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളെയും നേതാക്കന്മാരെയും മൻമോഹൻ സിംഗ് സർക്കാർ തന്നെ പിടിച്ച് ജയിലിലിട്ടുണ്ട്. അപ്പൊ ജയിലിലിട്ട കഥയൊന്നും പറയണ്ട. പിന്നെ BNS ഭരണഘടനാ ഭേദഗതിയൊന്നും അല്ല. അത് ഭരണഘടനാ ഭേദഗതിയൊന്നല്ല, അതൊരു നിയമനിർമ്മാണമാണ്. അത് ഭരണഘടനാ ഭേദഗതിയൊന്നല്ല.